ഇപ്പൊ കൂടെ ഉണ്ടായിരുന്ന ഒരാളില്ലാതാകുമ്പോഴും അത് ഏറ്റെടുത്ത് നടത്തുക എന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമാണ്, സാറിന്റെ കാര്യമല്ല. എത്രത്തോളം ഹാർഡ് ഉണ്ടായിരുന്നു ഇത് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒരാൾ നിർത്തിയെടുക്കുന്ന പിന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത്? ഞാൻ ബേസിക്കലി മൂവി ഇൻഡസ്ട്രിയിലുള്ള ആളല്ല. മനുവിന്റെ മരണശേഷമാണ് ഞാൻ ഈ മൂവി പോസ്റ്റ് പ്രൊഡക്ഷൻ മനുവിന്റെ മരണശേഷമാണ് ഈ മൂവിയുടെ പോസ്റ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം ജോയിൻ ചെയ്തത്. പിന്നെ അത് പഠിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞത് മുന്നോട്ട് പോകുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായ ആശയമാണ്. പക്ഷെ അങ്ങനെ എനിക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്നത് മെയിൻലി ചീഫ് അസോസിയേറ്റ് ഡയറക്ടേഴ്സും അതിനൊപ്പം തന്നെ ഈ സ്റ്റേജിലിരിക്കുന്ന അജിചേട്ടൻ ഉൾപ്പെടെയുള്ളവർ ഒരുപാട് ഗൈഡൻസും കാര്യങ്ങളും എല്ലാം അങ്ങനെ ചെയ്യുന്നതിന് ഇങ്ങനെ ചെയ്യുന്നതിന് എന്നെല്ലാം പറഞ്ഞ് മാക്സിമം സപ്പോർട്ട് ചെയ്ത് തന്നെയാണ്. ഈ 2 years എടുത്തു പോസ്റ്റ് പ്രൊഡക്ഷൻ ഇതിലാണെങ്കിൽ ഞങ്ങൾക്ക്, എന്നാലും ഞങ്ങൾ ബെസ്റ്റ് ആയിട്ട് തന്നെ അത് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം ജാറ്റിനോടുള്ള പടം ഇറങ്ങി, പക്ഷെ ചേട്ടൻ കണ്ടല്ലോ ഇന്റർവ്യൂസ് ഒക്കെ സൂപ്പർ ഹിറ്റ് ആയിട്ട് അത് എനിക്കൊന്ന് റീസെന്റ് ഇറങ്ങിയ ഇന്റർവ്യൂസിലൊക്കെ ഇത്രയും അടിപൊളിയായി പോകൊണ്ടിരുന്ന ഇന്റർവ്യൂസ് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ മുമ്പിൽ നടന്നത്. പക്ഷെ സിനിമ ഇറങ്ങിയതിനു ശേഷം ഉണ്ടായ റിയാക്ഷൻസ് വളരെ നെഗറ്റീവ് ആയിരുന്നു. റിവ്യൂസും ഉണ്ടായിരുന്നു. ഒരു സിനിമ നശിപ്പിക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? എന്റെ ചോദ്യം മൈക്കിന് താല്പര്യമില്ല. കേട്ടില്ല മൈക്കിന്റെ. അതായത് ഇപ്പം ഇന്റർവ്യൂ സൂപ്പർ ഹിറ്റ് ആയിരുന്നു, നിങ്ങളുടെ കോമ്പോ അപ്പൊ കാണുന്നവർക്ക് ഇൻട്രസ്റ്റ് ആണ് സിനിമ എന്താണെന്ന്. അപ്പൊ അത്ര ഹൈപ്പ് നിൽക്കുമ്പോൾ സിനിമ ഇറങ്ങിയതിനു ശേഷം ഉണ്ടാകുന്ന റിവ്യൂസ് ആയാലും അഭിപ്രായങ്ങളാകും ഭയങ്കര നെഗറ്റീവാണ്. അപ്പൊ ഞാൻ ചേട്ടനെ ടാർഗറ്റ് ചെയ്ത് പറയുന്ന പോലെ ഒരു സിനിമ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നു? ഇല്ല, സിനിമ നന്നായിരുന്നു കൂടി. അപ്പം ഞാൻ എൻ്റെ പ്രൊഡ്യൂസറായിരുന്നു സീക്രട്ടിൻ്റെ റിവ്യൂ ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ പ്രൊഡ്യൂസറല്ല, പിന്നെ അതൊരു ഭയങ്കര പ്രതിപക്ഷ ബഹുമാനത്തോടെ നല്ല റിവ്യൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ എന്നെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നതാണ്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സമയത്ത് പോലും ധ്യാനം വരണം, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അൺവാണ്ടഡ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിൻ്റെ റൈറ്റ് ആയിട്ട് ഡീൽ ചെയ്തിട്ടില്ല. അത് ഒഴിവാക്കാൻ പറ്റുന്ന അൺഫോർച്ചുനേറ്റ്. കാര്യം അതിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ ധ്യാനല്ല ഉത്തരം പറയുന്നത്, ഗാമിഞ്ചായിട്ടായിരുന്നു ഉത്തരം പറയുന്നത്. ആ ചോദ്യം ചോദിച്ചോട്ട് കുട്ടിക്ക് ആ ചോദ്യം ചോദിക്കണമെന്നില്ലായിരുന്നു, ചോദിപ്പിച്ച ഫൈനലി മനസ്സിലായോ. അയാളൊരു മാധ്യമ പ്രവർത്തനം എന്നുള്ള രീതിയിൽ അയാൾ ചോദിക്കാം, അയാൾക്ക് അഡ്രസ് ചെയ്യാം. സോഷ്യലായിട്ട് ഉള്ള ഇഷ്യൂസിനെ കുറിച്ചോ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള ഇഷ്യൂസൊക്കെ അയാൾക്ക് ചോദിക്കണം, വിസിൽ ബ്ലോവേഴ്സ് ആവണം. പക്ഷെ ചോദിച്ച ആളും പോയി. ചിലപ്പം അദ്ദേഹം ധ്യാനം ഉദ്ദേശിച്ചത് ഒരു ഫണ്ണി ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാനായിരിക്കും. എപ്പോഴും 99.9% അയാളുടെ ഉത്തരങ്ങൾ നമുക്ക് തമാശകരമായി കിട്ടാറുണ്ട്. 1% മിസ്സായിപ്പോയി. ഇപ്പോൾ അതിനെ അൺഫോർച്ചുനേറ്റ് ആണെന്ന് പറയുന്നത്, മനുഷ്യനല്ലേ. പക്ഷേ അത് മാത്രമല്ല തമാശ കാര്യമല്ല, ഒരു നേഷൻ്റെ ഒരു GDP-ക്കൊക്കെ വരെ ബാധിക്കാവുന്ന അല്ലേ ഇത്രയും വലിയ ഇൻഡസ്ട്രിയാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. കണക്ട് ചെയ്ത് പോകുമ്പോൾ നമുക്കതൊരു വലിയ ചോദ്യമാണ്, ഒരു ചെറിയ തീപ്പൊരിന്ന് പോകുന്നത്. അതിനെ ഒഴിവാക്കാമായിരുന്നു, അല്ലെങ്കിൽ ചോദിച്ച ആൾ മരിച്ചു. പക്ഷെ അല്ലാതെ ഇപ്പം ഇന്റർവ്യൂസ് ഞാനും ആസ്വദിച്ചിരുന്നു. ഞാനും ധ്യാനം രമേശായിട്ട് ഇരിക്കുന്ന ആ ഇന്റർവ്യൂവിൽ ഇരിക്കാൻ പറ്റിയത് എനിക്ക് ഭയങ്കര ഒരു ഭാഗ്യമായി കാണും. എനിക്ക് അവരെ പോലെ സംസാരിക്കാൻ കഴിയുന്ന ആളല്ല, കൗണ്ടേഴ്സ് പറയാൻ പറ്റുന്നതല്ല. അവർ രണ്ട് ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. സിനിമയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ സിനിമ ഇതേപോലെ 2021 ഷൂട്ട് ചെയ്ത സിനിമയാണ്. കോവിഡ് ടൈമിൽ നമുക്ക് ലൊക്കേഷൻ പരിധികളുണ്ടായിരുന്നു. നമുക്ക് 3 ലൊക്കേഷനെ പറ്റുള്ളൂ ഷൂട്ട് ചെയ്യാൻ. പോലീസ് സ്റ്റേഷൻ, വീട്, റോഡ്. ആ റോഡിലാണെങ്കിൽ രമേശേട്ടൻ പറഞ്ഞാൽ ഇവരുടെ പോസ്റ്റ് കാരണം നമുക്ക് ഷൂട്ട് ചെയ്യാനും പറയാൻ പറ്റില്ല, മനസ്സിലാവും. കാര്യം അങ്ങോട്ട് വിളിച്ചിരുമ്പോൾ അവർക്ക് ഒരു പടം ഉണ്ട്. അപ്പോൾ ആ പരിധിയിൽ അങ്ങനത്തെ ഒരു സിനിമ ഷൂട്ട് ചെയ്തത് ഞങ്ങൾ തന്നെ എന്താ പറയുക ഡിസോൺ ചെയ്യുന്നില്ല. പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും എൻ്റെ റൈറ്റ് ഉണ്ട്. കാര്യം അവർ കാശ് മുടക്കിയാണ് തിയേറ്ററിൽ വരുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു കാര്യം ഇഷ്ടപ്പെടാത്തതിന്റെ കാരണങ്ങളൊന്നും പറഞ്ഞ് എഴുതുമ്പോൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നോട്ട് കറക്റ്റ് എന്നും കൂടെ പറഞ്ഞാൽ നന്നായിരിക്കും. അതിലെന്തായിരുന്നു പോരായ്മകൾ എന്നുള്ളതും കൂടെ പറഞ്ഞാൽ നന്നായിരിക്കും. അത് ചിലപ്പോൾ എനിക്കല്ല, ഇപ്പോൾ റൈറ്റർ അല്ലെങ്കിൽ ആ ഡയറക്ടറൊക്കെ, അയാൾ പുതിയ ഡയറക്ടറാണ്. അയാൾക്ക് നാളെ ഒരു സിനിമ ചെയ്യുമ്പോൾ അയാൾക്ക് നേരത്തെ ചെയ്തൊരു മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും.